നമസ്കാരം. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നാഗസൈരന്ധ്രയെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഷബീന ഇത്തയെ ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് ആള്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ നാഗസൈരന്ധ്ര എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പൊ ദേവിയാണല്ലോ, പൊതുവെ ദേവി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ആ ഒരു ഫംഗ്ഷനിൽ ഒരു പയ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദേവി എങ്ങനെയാണ് തെറി വിളിക്കുന്നത്, ദേവി എങ്ങനെ തെറി വിളിക്കാറില്ലോ, പിന്നെ ദേവിക്ക് എന്തിനാ ഇത്രയും കാശ് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ തന്നെ ആള് മൊത്തത്തിൽ അങ്ങ് ഡൗൺ ആയി. പിന്നെ നമ്മൾ ഈ ഒരു ലൈവിലിരുന്ന് തെറി വിളിക്കുന്നത് പോലെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്ന് പുറത്ത് വരുമ്പോഴത്തേക്ക് തെറി വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് സ്വാഭാവികമാണ്. അപ്പൊ എന്തായാലും അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആള് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ലൈവിലായിരുന്നെങ്കിൽ ഞാൻ 10 കൊടുത്തേനെ എന്നുള്ള രീതിയിലായിരിക്കും മനസ്സിനകത്ത്. അപ്പൊ എന്തായാലും ഞാൻ ഇത് ആരും താഴ്ത്തി കിട്ടാനൊന്നുമല്ല കേട്ടോ. എനിക്ക് പൊതുവെ എനിക്ക് ആളെ ഇഷ്ടമാണ്. പക്ഷെ ഈ തെറി വിളിക്കുന്നതിനോട് എനിക്ക് അത്രയ്ക്ക് യോജിപ്പില്ല. ആള് ഭയങ്കര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നാഗസൈരന്ധ്രി ദേവി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ജനങ്ങൾ അങ്ങനെ ദേവിയായിട്ടൊന്നും ഏറ്റെടുത്തില്ല. കാരണം നമ്മൾ ദൈവത്തിനല്ലേ ആരാധിക്കുന്നത്. പിന്നെ ഈ ഒരു മനുഷ്യനെ നമ്മൾ ഒരിക്കലും ആരാധിക്കാറില്ല. അത് സ്വാഭാവികമാണ്. പിന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഷബീന ബീവിയെ ഭയങ്കരമായിട്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. ഒരു വീഡിയോ ഇട്ടു, അതിൻ്റെ ഒരു കാര്യം തുറന്നടിച്ച് പറഞ്ഞു. പക്ഷെ അതിൽ ഉപയോഗിച്ച വേർഡ്സ് തെറ്റാണെന്ന് ഞാൻ ബോധ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ന്യായത്തെ ന്യായമെന്നേ പറയാൻ പറ്റൂ. പക്ഷേ ആ ഒരു വിഷയം അവതരിപ്പിക്കേണ്ട രീതി വേറൊരു രീതിയായിരുന്നു. പക്ഷെ ആ രീതി മറികടന്ന് അവിടെ തെറി എന്നുള്ള രീതിയിൽ കുറേ മോശമായിട്ടുള്ള അശ്ലീല വാക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും പ്രശ്നമായത്. അപ്പൊ എന്തായാലും ഈ നാഗസൈരന്ധ്രി ഭയങ്കരമായിട്ട് ഷബീന ബീവി അങ്ങനെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ കുറെ തെറികളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ആ ഭാഗം ഞാൻ ആദ്യം കേൾപ്പിക്കാം. അതിന് മുന്നേ ഈ ഒരു നാഗസൈരന്ധ്രയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിവ്യ എന്നെന്തോണ് പേര്. ആള് ഡിഗ്രി ഒക്കെ പഠിച്ചതാണ്. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടാണ് ആൾ ഇങ്ങനെ ആയത്. പക്ഷെ കുറെ നാൾക്ക് മുന്നേ നല്ല ഭംഗിയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടി ഇതൊക്കെ ആയി. ആളുടെ പല്ലൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. നേരത്തെ കൂട്ടി ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആളെ കാണുന്നില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു സബ്ജക്റ്റിൽ പറയേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാല്, കഴിഞ്ഞ ദിവസം മഞ്ജു പിള്ളയുടെ മകളെ, അതായത് ദയാ സുജിത്ത് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതില് പറഞ്ഞ കാര്യങ്ങള് ന്യായമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ പറയേണ്ട രീതിയിൽ അശ്ലീല വാക്കുകൾ കയറി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നമാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആകാൻ തന്നെ വലിയ പ്രശ്നം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് പൊതുവെ എല്ലാ ആൾക്കാർക്കും ദേഷ്യം വരും. ആ ഒരു അശ്ലീല വാക്കുകൾ ഒരിക്കലും ഒരാൾ സഹിക്കത്തില്ല, ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയൊരു ഇഷ്യൂ ആകാൻ തന്നെ കാരണം. അപ്പോൾ അതിനെതിരെ ദയാ സുജിത്തൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വന്നത്, നാഗസൈരന്ധ്രി ഈ ഒരു നമ്മുടെ ഷബീന ബീവിക്കെതിരെ ഭയങ്കരമായിട്ടൊരു റോസ്റ്റിംഗ് വീഡിയോ, സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ ഒരു ദേവി എന്നൊക്കെ പറയുന്ന ആൾക്കാർ തെറി വിളിക്കും, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ദൈവത്തിനെ ആരാധിക്കുന്ന അത്രയും മനസ്സ് ശുദ്ധിയുള്ള ആൾക്കാരിനെ ആരെന്തൊക്കെ പറഞ്ഞാലും തെറി വിളിക്കുമോ എനിക്ക് അറിയത്തില്ല. അത് സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഇപ്പൊ അമ്പലത്തിൽ നമ്മുടെ പോറ്റുമാര് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവരിങ്ങനെ തെറി വിളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും. അല്ലാണ്ട് അവരങ്ങനെ തെറി വിളിക്കുന്നതായിട്ട് നമുക്ക് അറിയത്തില്ല. അപ്പം ഇതെന്താണെന്നും അറിയില്ല. ഇതിപ്പം ആ ഒരു പയ്യൻ സ്റ്റേജിൽ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ചോദിച്ചല്ലോ. ആ ഒരു കാര്യം നമുക്ക് ആദ്യം കേട്ടിട്ട് വരാം. അത് കുറച്ച് കാണാനുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടിട്ട് ആദ്യം വരാം. അപ്പൊ ആളുടെ ഒരു ഫേസ്, ആ ഒരു എക്സ്പ്രഷനൊക്കെ പോകുന്നതൊക്കെ നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം. അത് എന്തുകൊണ്ട് തെറി വിളിച്ചിട്ട് പറയേണ്ട ആവശ്യം? കാരണം ദേവി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ആരാധിക്കുന്ന ഒരാളാവും. പിന്നെ പല കുട്ടികളും, ഞാനിപ്പോ ആരും വിശ്വാസമില്ല നിൽക്കണേ. അപ്പം എനിക്ക് ആരും വിശ്വാസമല്ല, അതാണ് സത്യം. ഇല്ല. അപ്പൊ അതല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. അതായത് ചെറുപ്പം മുതലേ ഓരോരുത്തർ കാണുന്നുണ്ട് എന്ത് ദൈവങ്ങളാണ്, വലിയ വലിയ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വലിയ ആൾക്കാർ തന്നെ ഇങ്ങനെ തെറികൾ വിളിക്കുമ്പോ എന്താ പറയാ, കുട്ടികൾ പഠിക്കണതല്ലേ? അതാ ഞാൻ ചോദിച്ചത്. കുട്ടികൾ നിങ്ങളെ ദൈവത്തിനെ കണ്ടല്ലേ കുട്ടികളൊക്കെ പഠിക്കണത്. ദൈവത്തിന്റെ കാര്യങ്ങളാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. പിന്നെ ദേവിയാണ്. ഈ ദേവി എന്തിനു തെറി വിളിക്കുന്ന ഞാൻ ചോദിക്കണം. അതിന്റെ ആവശ്യം എന്താ? ആവശ്യമില്ലല്ലോ. ദൈവങ്ങളല്ലല്ലോ. ഒരു മനുഷ്യ ദൈവം എന്നുള്ളൊരു സംഭവമാണല്ലോ അല്ലേ? അതല്ല, ബുദ്ധി ഇല്ലോല് ആദ്യം ദേവിയാണെന്ന് പറഞ്ഞത് ദേവിയാണ്. ഞാൻ ആദ്യം ചേച്ചിന്ന് വിളിച്ചു, എന്നിട്ടാണ് ഞാൻ ദേവി ആണോ എന്ന് ചോദിച്ചത്.
ദേവിയാണെന്ന് പറഞ്ഞു. ദേവി ഉണ്ടോന്ന് ചോദിച്ചപ്പോൾ അതെ ദേവിയാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പയ്യന്റെ ധൈര്യം സമ്മതിച്ചിട്ടുണ്ടേ. വേറെ ആരും ഇപ്പൊ ഈ ഒരു പൊതുവെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളാണ് ആ ഒരു പയ്യൻ ആ ഒരു സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു ധൈര്യം നമ്മൾ സമ്മതിക്കണം. കാരണം അവൻ ചോദിച്ചത് ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന് എന്താണ് കാശ്, ദൈവത്തിന് എന്തിനാണ് ഇങ്ങനെ തെറി വിളിക്കുന്നത്? അതായത് നമ്മൾ ഒരാൾ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് അതിന് മറുപടിയായിട്ട് തെറി വിളിക്കുന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ അതിന് കൊടുത്ത മറുപടികൾ ഭയങ്കര സൈലന്റ് ആയിട്ടാണ്. അപ്പം മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കും ഞാൻ വീട്ടിലോട്ട് പോട്ടെ എന്നിട്ട് നിനക്കുള്ള മറുപടി ഞാൻ തരാന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും അവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയ വേറെ, പുറത്ത് ഉള്ള ലോകം വേറെ, അതിപ്പോൾ രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നാണ് ആള് ഭയങ്കര സൈലന്റ് ആയിരുന്നു. അപ്പൊ ഞാനിപ്പോൾ പറയാൻ വന്നത്, ഷബീന ബിബിയെ റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഷബീന ബിബിക്ക് എതിരായിട്ട് വന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. പക്ഷെ സത്യം പറഞ്ഞാല് തെറി വിളിക്കുന്നുണ്ട്, നന്നായിട്ട് തെറി വിളിക്കുന്നുണ്ട്. ഷബീന ബിബി ഇത്രയും തെറി വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷബീന ബിബി കാര്യം പറയാം, അതിൻ്റെ ഇടയിൽ കുറെ അശ്ലീല വാക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇത് വലിയ തെറികളാണ് കേട്ടോ വിളിക്കുന്നത്. നമ്മൾ തെറി വിളിക്കരുത്. സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇപ്പൊ നമ്മൾ ദേവി എന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നതാണെങ്കിലും നമ്മൾ അതിനെ തെറി വിളിക്കാൻ പാടില്ല. തെറി വിളിച്ചാൽ അത് ഭയങ്കര ഇതായിരിക്കും, എന്ന് വെച്ചാൽ മോശം പ്രവൃത്തിയല്ലേ അത്. അപ്പം പൊതുവെ ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ വരെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ പൊതുവെ ആർക്കും അറിയത്തില്ല. സ്വാഭാവികമായിട്ടും ഈ നാഗസൈരന്ധ്രി എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും കോമഡി പറയും, ചിലപ്പോൾ അത് കോമഡി ആയിട്ടുള്ള രീതിയിൽ കമന്റ്സുകൾക്ക് റിപ്ലൈ കൊടുക്കും. അപ്പൊ അതൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ. അപ്പൊ അതൊക്കെ പെട്ടെന്ന് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ വലിയ നമ്മുടെ വായിൽ കൊള്ളാത്ത തെറികൾ വരുമ്പോഴത്തേക്ക് ആൾക്കാർ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഇതെന്തിനാ ഇങ്ങനെ തെറി വിളിക്കുന്നുണ്ട്. ദേവി എന്നുള്ള സ്ഥാനത്ത് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ എന്തിനാണ് തെറി വിളിക്കുന്നതെന്ന് ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഷബീന ബിബിയെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഭാഗം ഇവിടെ ചേർക്കാം, കാരണം ഒരു 4-5 മിനിറ്റുള്ളത് ചേർക്കാം. കാരണം വെച്ചാൽ ഒരുപാട് ചേർത്തല്ലേ ഭയങ്കര തെറി ഉണ്ടായില്ലേ. അപ്പൊ നമുക്ക് അങ്ങനെ തെറി മാത്രം എന്തിനാ ഇങ്ങനെ കേൾപ്പിക്കുന്നത്? മാക്സിമം ഈ ഒരു സോഷ്യൽ മീഡിയയിൽ തെറി ഉപയോഗിക്കാണ്ടിരിക്കുക. തെറി ഉപയോഗിക്കാണ്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്ന മാത്രം മാർഗങ്ങളുണ്ട്. ഇതെന്തുവാണിത്? സത്യം പറഞ്ഞാൽ തെറി വിളിച്ച് തെറി. ഇപ്പൊ നിങ്ങൾ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. കാരണം ഷബീന ബിബി ഇത്രയും കാര്യങ്ങൾ പറയത്തില്ല. ഷബീന ബിബി പറയുന്നത് കുറച്ച് അശ്ലീല വാക്കുകൾ പറയും, പക്ഷെ തെറിയായിട്ട് ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം, ഏവർക്കും നമസ്കാരം. പോരൂ, ഈ തത്സമയം എല്ലാവരും ഷെയർ ചെയ്യും. പിന്നെ അടുത്ത് ഒരുത്തിക്കാം. കൊടും അസൂയ മൂത്ത ഒരുത്തിക്ക്, ദേഹം വികലമായതുപോലെ തന്നെ വർത്തമാനങ്ങളും മനസ്സും വികലമായ ഒരുത്തിക്ക് നന്നായിട്ടിരുന്ന് ഷെയർ ചെയ്ത്. ഇത് അവരുടെ പേരെന്തോ, തെറി താത്താന്ന അവരുടെ പേര്. തെറി പറഞ്ഞ് പണം ഉണ്ടാക്കുന്ന തെറി താത്തയാണ് അവളെ പേരിട്ട് വിളിക്കുന്നത്. തെണ്ടിച്ചി. എനിക്കറിയില്ല അവളുടെ പേര് തെറി താത്ത. വേറൊരു പേരുണ്ട്, ഷബീന ബീബി. അവളത് ഷബീന ബീബി ഒന്നുമല്ല. ഉള്ള നല്ല മിടുക്കികളായ പെൺകുട്ടികളുടെ എല്ലാം വായിലിരിക്കുന്ന എല്ലാ വഴക്കുകളും കേട്ട് ഒക്കെ കഴിയുന്ന ഒരു വികൃത ജന്മം എന്ന് പറയുന്നത്. നീയും തെറിയെന്നല്ലേ പറഞ്ഞ് കാശുണ്ടാക്കുന്നത്. നീ നാഗാദേവി എന്നത് കേട്ടോ. നീ എന്നോളം എത്താൻ നീ ഒന്നും ആയിട്ടില്ല മൈരത്തി. തെറി പൂണ്ടച്ചി, തെറി താത്തച്ചി. നീ നാഗാദേവി വിട്ടുപിടിക്കും. നീ കുറച്ച് നാൾ നാഗാദേവിയുടെ പിന്നാലെ ഒന്ന് നടന്നതാ. നീ കേൾക്കുന്നുണ്ട് കുണ്ടച്ചി, തെറി താത്ത, ഷെബീന ബീബി. ഒന്ന് എന്താ പറയാ, ഷെയർ ചെയ്യൂ. പറ്റുന്നവര് അവിടെ അണ്ണാക്കിലോട്ട് കൊണ്ടുവന്ന് ഇതൊന്ന് കേൾപ്പിക്കും. എവിടെങ്കിലും ഇരുന്ന് നാഗാദേവി പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരല മൈരത്തി. നീ മറ്റുള്ളവരെ നീ എന്തെങ്കിലുമൊക്കെ പറയാം. നാഗാദേവിയെ നീ ഉണ്ടാക്കാനായിട്ട് നീ വളർന്നിട്ടില്ല കേട്ടോ. ഇല്ല, ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല. നിന്നെ 10 തെറി പറഞ്ഞാൽ എനിക്ക് പുണ്യമേ ആളുകൾ തരുള്ളൂ. ഈ തത്സമയം ഈ നന്നായിട്ട് കിടന്നു പോകും. എല്ലാവർക്കും ഇഷ്ടമാണ് നിന്നെ ഞാൻ തെറി പറയുന്നത്. കാരണം നീ പറയുന്നതും തെറിയാ കേട്ടോ. നീ പിന്നെ അവിടെ ഇരുന്ന് എന്തോ അടച്ചിട്ട് ഒരു മുറിക്കകത്തിരുന്ന ആളുകളെ വിളിക്കുന്ന എന്തോ തെറിയില്ല. പക്ഷെ നിന്നെ പോലെ ഞാൻ അടച്ചിട്ട മുറിക്കകത്തിരുന്നല്ല. ഞാൻ താണ്ടി ഈ തുറസായ എന്റെ ഈ ക്ഷേത്രത്തിൽ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ. വരണോ നിനക്ക്? നീ രക്ഷപ്പെടില്ല മോളെ കേട്ടോ. എല്ലാവരുടെ അടുക്കലും കളിക്കുമ്പോൾ നാഗാദേവിയുടെ അടുക്കലോട്ട് കളിക്കാൻ പറ്റരുത്. രക്ഷപ്പെടില്ല നീ. ഏതോ ഒരു വർത്തമാനം ചോദിച്ചു. അവനെ തെറി കേൾക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്നെ തപ്പിയോ അവൻ അവിടെ വന്നത്? അവനെ വരാതിരിക്കാമല്ലോ. അവിടെ വീട്ടിൽ അമ്മയില്ലേ, പെങ്ങളില്ലേ, സുഹൃത്തുക്കളില്ലേ? നാഗാദേവിയുടെ അടുക്കലേക്ക് തന്നെ എന്തിനാ അവൻ വീഡിയോ പൊക്കി പിടിച്ചോണ്ട് വന്നത്? അവൻ എന്റെ വീഡിയോ ദൃശ്യം അവന്റെ ചാനലിലിട്ട് അവന് പണം ഉണ്ടാക്കാനാ. നീയും അത് തന്നെ ചെയ്യുന്നത്. എനിക്ക് ATM കാർഡില്ലേ, ബാങ്ക് അക്കൗണ്ട് ഇല്ലേ, ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎം എന്തെങ്കിലും ഉണ്ടോ? പോട്ടെ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? നീ പിന്നെ നിന്റെ വസ്ത്രവും അടിവസ്ത്രവും ഒക്കെ നീ പിന്നെ കാശ് കൊടുക്കാതാണോ നിനക്ക് കിട്ടുന്ന പുണ്ടച്ചി? ഇത് എന്തോ തെറിയതാത്തയോ ഷെബീന ബീവി ആ മൈരത്തിക്ക് അങ്ങോട്ടൊന്നും അയച്ചു കൊടുത്തരും എല്ലാവരും. അവള് നാഗാദേവിയെ കൊണക്കാൻ വരിക. നീ എന്നോളം ആയിട്ടില്ല കേട്ടോ. ഷെബീന ബീവി എന്നൊന്നും അല്ല. നിനക്ക് എന്തോ മൈരുണ്ട് മൈരെ. നീ ആ തിരക്കും ആ പയ്യൻ നല്ല മരുവിന് കൊടുക്കുക. എന്തോ മറുപടിയാ? ആ മൈരൻ എന്തിനാ അവിടെ വന്നത്? നാഗാദേവിയുടെ രൂപം എടുക്കാൻ, വീഡിയോ എടുക്കാൻ, എന്നിട്ട് അത് പബ്ലിക്കിലേക്ക് ഇടുക. അതാണോ അവന്റെ തൊഴിൽ? അവന്റെ വീട്ടിൽ അമ്മയുണ്ട്, പെങ്ങളുണ്ട്, കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് അവൻ അവരുടെയൊക്കെ വീഡിയോ എടുക്കാൻ വന്നില്ല? ചിന്തിക്കണം
എനിക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളും അടിവസ്ത്രങ്ങളും എനിക്ക് വേണ്ടുന്ന ചുറ്റുപാടുകളും ഒരു പൂറി നിനക്ക് മാത്രം കാറിനകത്ത് ഞെളിങ്ങിരുന്ന് പോയാൽ മതിയോ? പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ തെറി എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് നിർത്തലാക്കുക. ഒരു വീഡിയോസ് കാണുന്നതാണ്. അപ്പൊ അതിൽ ഈ തെറി പ്രയോഗങ്ങൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതും അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിള്ളേർക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ പെട്ടെന്ന് ക്യാച്ച് പിടിക്കാൻ പറ്റുക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അത്രയും സ്പീഡിലാണ് ഓരോ കാര്യങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ അതിനിടയിൽ കൂടി ഇങ്ങനത്തെ മോശപ്പെട്ട വാക്കുകൾ അശ്ലീല പദങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അത് എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കും, കുട്ടികൾ വരെ ശ്രദ്ധിക്കും. അതുകൊണ്ട് ആ ഒരു പദം ഇനി ആരും ദയവ് ചെയ്ത് ഉപയോഗിക്കാണ്ടിരുന്നാൽ അത്രയും നന്നായിരിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ തെറി പറയുന്ന ആരെന്ന് വെച്ചാൽ നാഗസൈരന്ദ്രി തന്നെയാണ്. അതിൽ ഫസ്റ്റ് റാങ്കാണ് കേട്ടോ, 1ാമത്തെ റാങ്കാണ് നാഗസൈരന്ദ്രി തെറി വിളിക്കായിട്ട് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് പറയാൻ, നമുക്ക് കൂടുതൽ അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ ഭയങ്കരമായിട്ട് വിവാദമായിക്കൊണ്ട് ഇപ്പോഴും ഇരിക്കുകയാണ് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് തന്നെയാണ്. അത് ആ ഒരു വസ്ത്രധാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വസ്ത്രത്തെ ന്യായീകരിക്കാൻ പറ്റില്ല, പക്ഷെ പറഞ്ഞ കാര്യത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. ആ ഒരു വസ്ത്രത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഷബീന പറഞ്ഞ കാര്യത്തിനോട് ഒരിക്കലും യോജിപ്പുമില്ല. എന്താ വെച്ചാൽ അത്രയും അശ്ലീല വാക്കുകളാണ് അവിടെ, ഒരു മറ്റേ സെക്ഷൽ ഹരാസ്മെന്റ് പോലത്തെ കുറെ വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ അഭിപ്രായങ്ങൾ, ഈ ഒരു നാഗസൈരന്ധ്രിയെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നാഗസൈരന്ധ്രി പറഞ്ഞത് നല്ല കാര്യമാണോ, അതോ ഇനി എന്തെങ്കിലും തെറ്റുണ്ടോ, അത് ഇങ്ങനെയൊക്കെ പറയാവോ സോഷ്യൽ മീഡിയയിൽ? അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമന്റ്സിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി കേട്ടോ. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, കൂടെ ഒന്ന് ഹൈപ്പും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പൊ അതുവരെ